മാവേലിയുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു? മഹാബലി എന്നുള്ളത് അറിയത്തില്ല. അണ്ണനോട് ചോദിച്ചാൽ അണ്ണൻ പറയും. വാമനൻ. മഹാബലി. സമയത്ത് വന്ന് നിങ്ങൾ ഓടിയൊന്ന് പറയുമ്പോഴത്തേക്ക് നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മദീന സ്റ്റോറാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. മദീന സ്റ്റോർ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കല്ലമ്പലം പുതുശ്ശേരി മുക്കിലാണ്. ഓണം ഇങ്ങെത്തിയോ? ഓണം തീർച്ചയായിട്ടും എത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് ഇനി തുച്ഛമായ ദിവസമേ ഉള്ളൂ. അതിനോടൊപ്പം നബിദിനവും ഉണ്ട്. എല്ലാം കൂടി ഞങ്ങൾ ഇവിടെ എല്ലാ സഹോദരങ്ങളും കൂടെ സഹകരിച്ച് എല്ലാ 2 പരിപാടിയും വമ്പിച്ച വിജയമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ. മദീന സ്റ്റോർ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനവുമായി എത്തിയിരിക്കുകയാണ്. അവരുടെ ബിസിനസ് വിലക്കുറവാണ്, അവിടെ സഹകരണമുണ്ട്, പഴയ ആളാണ്, മദീന ഹോട്ടൽ നടത്തിയിട്ടുള്ള ആളാണ്. മിതമായ വിലയാണ് നമ്മൾ ഓരോ ഐറ്റംസിനും ലഭിക്കുന്നത്. അതിന് ഇപ്പോൾ അവർ ഈ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഓണത്തോടനുബന്ധിച്ച് അവിടെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഓണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളായിരുന്നാലും വീട്ടു ആവശ്യത്തിനായിട്ടുള്ള എല്ലാ ഐറ്റംസും ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ്. പാദരക്ഷകൾ ഉൾപ്പെടെ അവിടെ നിന്ന് ലഭിക്കുന്നു. അവിടെ നിന്ന് ഈ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഉറപ്പായ ഒരു സമ്മാനം അവർ നൽകുന്നുണ്ട്. നമ്മൾ 1000 രൂപയ്ക്ക് മേളിലേക്ക് അവിടെ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ ഉറപ്പായ ഒരു സമ്മാനം അവർ കൊടുക്കുന്നുണ്ട്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ്: മാവേലിയുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു? മാവേലിയുടെ യഥാർത്ഥ പേര് എനിക്ക് എത്ര അണ്ണനോട് ചോദിച്ചാൽ അണ്ണൻ പറയും. മാവേലിയുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു? ഓർമ്മയില്ല. മഹാബലി എന്നുള്ളത് അറിയത്തില്ല. വാമനൻ. ഞങ്ങളുടെ കൈവശം ഒരു മനോഹരമായ സമ്മാനമുണ്ട്. കല്ലമ്പലം മദീന ഫാൻസി നൽകുന്ന സമ്മാനമാണ്. പോയിട്ടുണ്ടോ മദീന ഫാൻസി? അവിടെ പോയി അടുത്ത് എന്തൊക്കെയാണ് വാങ്ങിച്ചത്? അല്ല, ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് കുറച്ച് സാധനം മേടിക്കാൻ പോയി. സാധനം വാങ്ങിച്ചായിരുന്നു. വിലക്കുറവുണ്ടോ? ഉണ്ട്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: മാവേലിയുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു? മഹാബലി. എനിക്കറിയത്തില്ല. എന്നാൽ മഹാബലിയെ നമ്മൾ മാവേലി എന്ന് വിളിക്കുമെങ്കിലും അദ്ദേഹത്തിന് ഒരു യഥാർത്ഥ നാമമുണ്ട്. അതിവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. അപ്പോഴേ മദീന സ്റ്റോർ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. മദീന സ്റ്റോറിനെ കുറിച്ച് പ്രത്യേകം പറയണ്ട. ഒരുപാട് വർഷങ്ങൾ പഴക്കവും തഴക്കവും ഉള്ള സ്ഥലമാണ് മദീന എന്ന് പറയുന്നത്. അത് അവർ കുടുംബ പാരമ്പര്യമായിട്ട് ഹോട്ടലും സ്റ്റോറും കാര്യങ്ങളും. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസ്, അതുപോലെ തന്നെ പാദരക്ഷകൾ, വീട്ടിനാവശ്യമായ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് ലഭിക്കുന്നു. കൂടാതെ ഇപ്പോൾ ഈ ഓണത്തോടനുബന്ധിച്ച് അവിടെ നിന്നും പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ഗിഫ്റ്റും കൂടെ കൊടുക്കുന്നുണ്ട്. അവരുടെ കസ്റ്റമേഴ്സിന് ഓണത്തോടനുബന്ധിച്ച് ഒരു ഗിഫ്റ്റ് കൂടെ കൊടുക്കുന്നുണ്ട്. അറിഞ്ഞായിരുന്നോ? ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്: മാവേലിയുടെ യഥാർത്ഥ നാമം എന്താണ്? അറിയാമെങ്കിൽ പറഞ്ഞു. ഇന്ദ്രസേനൻ. ഉറപ്പാണോ? ഇന്ദ്രസേനൻ തന്നെ. ഇന്ദ്രസേനൻ ശരിയായിട്ടുള്ള ഉത്തരവാണോ? മാവേലിയുടെ യഥാർത്ഥ നാമം എന്തിനാണ്? അറിയത്തില്ല. ഇന്ദ്രസേനൻ ശരിയായിട്ടുള്ള ഉത്തരമാണ്. മഹാബലി നമ്മളെ ഓണത്തിന്, അതായത് മഹാബലി ഇനിയും വരത്തേ ഉള്ളു. എപ്പോഴാണ് എത്തുന്നത്? ഇനി ദിവസങ്ങളുണ്ടല്ലോ. ഓണവും കാര്യങ്ങളുമായിട്ട് കിടക്കില്ലേ? ഇപ്പൊ പൂക്കളും പൂമലും എല്ലാം നിറയുമ്പോഴേ മുമ്പ് നമ്മളെ നേരത്തെ അയച്ചേക്കാണ്. കല്ലമ്പലത്ത് പുതുശ്ശേരി മുക്കിലൊക്കെ എല്ലാ സാധനവും ഉണ്ടാകുന്നതൊക്കെ നോക്കാനായിട്ട് നമ്മൾ അയച്ചതാണ്. എന്തായാലും ഒരു സമ്മാനവും തന്ന മദീന സ്റ്റോറും മാവേലിയുമാണ് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. വിശ്വാസവും ഗുണമേന്മയും കൊണ്ട് കല്ലമ്പലം പ്രദേശത്തെ ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസിൻ്റെ വിപണനത്തിൽ വിശ്വാസം നേടിയെടുത്ത മദീന സ്റ്റോർ നൽകുന്ന സമ്മാനമാണ്. അപ്പോൾ നമ്മുടെ മഹാബലിയുടെ യഥാർത്ഥ നാമം ഇന്ദ്രസേനൻ എന്നാണ്. ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.